സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഈ ഒരു മാസം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം തന്നെയാണ് ഡോക്ടർ ഹാരിസിൻ്റെ കാര്യങ്ങൾ. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, സർക്കാർ ആശുപത്രിയായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ അഭാവം മൂലം പല സർജറിയും മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിലൊരു കുറിപ്പ് പങ്കുവെക്കുകയും പിന്നീട് അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ കൂടി ഡോക്ടർ ഹാരിസ് ഒരു തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ സർക്കാരിൻ്റെയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡോക്ടറിനെ ഒതുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇവർ നടത്തും അല്ലെങ്കിൽ നടപ്പിലാക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിപ്പോൾ ഏകദേശം ശരിയായിട്ട് വരികയാണ്. അതായത് ഈ സർക്കാരിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏതൊക്കെ രീതിയിൽ ഒതുക്കാമെന്നുള്ളതിൻ്റെ എല്ലാ രേഖകളും ഇവർ തയ്യാറാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഒതുക്കാമെന്നതിൻ്റെ അങ്ങേ അറ്റത്തുള്ള പരിപാടികളും ഇവർ തയ്യാറാക്കി വെച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു ശക്തിയായിട്ടുള്ളൊരു പ്രഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവർ പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഒന്നുമല്ലെങ്കിൽ ഒരു പെണ്ണ് വിഷയത്തിലെങ്കിലും അവരെ കുടുക്കി കളയും എന്നുള്ളൊരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇതിനു മുൻപ് റോബിൻ ബസ്സിലെ ഗിരീഷ് ഏട്ടൻ്റെ ഒരു വിഷയമൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഈ ഒരു വർഷങ്ങളിൽ തന്നെയാണ് ആ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ആ ഒരു ബസ് ഓടുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളിൽ KSRTC അവിടേക്ക് ഒരു സർവീസും ആരംഭിച്ചു. ആ വ്യക്തിയുടെ ഇയാളുടെ ഒരു ഉപജീവന മാർഗം തകർക്കാൻ വേണ്ടിയിട്ട് അയാളെ പിടിച്ച് അകത്തിടുന്ന ഒരുപാട് പരിപാടികളും നമ്മുടെ ഈ സർക്കാർ കാണിക്കുന്ന തന്തയ്ക്ക് പ്രക്കാഴിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം സർക്കാർ സർവീസിൽ തന്നെയുള്ള ഒരു വ്യക്തി അവിടെയുള്ള ഉപകരണങ്ങളുടെ അഭാവം പലരോടായി അറിയിച്ചതിന് ശേഷം, അതായത് ഈ കോളേജിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും HOD എല്ലാവരെയും അറിയിച്ചതിന് ശേഷം ഒരു നടപടിയും വരാത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പങ്ക് വെക്കുകയാണ് ചെയ്തത്, ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. അതും ആരോഗ്യമന്ത്രിയെ അറിയിച്ചതാണ്. എന്നിട്ട് അതിനുശേഷം ഒരു അനക്കവും ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം നിമിഷ നേരം കൊണ്ട് അവിടെ സാധനങ്ങളും എത്തി, സർജറി നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ചെയ്തൊരു ഡോക്ടറിനെ അഭിനന്ദിക്കുകയല്ലേ ആ സമയത്ത് വേണ്ടത്. അതായത് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്, പക്ഷേ ഇത് കൊണ്ട ആളുകൾ അവർക്ക് അഭിനന്ദനം എന്നുള്ളൊരു സാധനത്തിന് പുറമെ ഈ ഡോക്ടറിൻ്റെ ആ ഒരു ജോലി അങ്ങ് മാറ്റണം, അല്ലെങ്കിൽ ഡോക്ടറിനെ അവിടെ നിന്ന് പറിച്ച് കളയണം എന്നുള്ള രീതിയിലേക്ക് ഇവർ കുറച്ച് പരിപാടിയായിട്ട് അങ്ങ് എത്തി. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വെള്ളപൂശലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ ന്യായീകരണങ്ങളും എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടു അല്ലേ. അതിനുശേഷം ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി രംഗത്തേക്ക് വന്നിരുന്നു. അതായത് ആ ആശുപത്രിയിൽ ഒരു സാധനങ്ങളുടെ അഭാവമില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ആശുപത്രിയിലെ സാധനങ്ങൾ മിസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ ഹാരിസിനെതിരെ ഒരു പരാമർശവുമായിട്ട് വീണ ജോർജിൻ്റെ ഒരു പരാമർശം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ആ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നും, അതേപോലെ തന്നെ ഡോക്ടർ ഹാരിസ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സർജറി ഉപകരണങ്ങൾ മിസ്സായിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് അത് തൂക്കി വിറ്റു എന്നൊക്കെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയും കൂട്ടരും ഒക്കെ പറയുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഡോക്ടർ ഹാരിസിൻ്റെ ഒരു അറിയിപ്പുമായിട്ട് വന്നു. ഡോക്ടർ ഹാരിസ് പറയുകയുണ്ടായി, ഈ ഉപകരണം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് അതിന് മുൻപ് ചെയ്തൊരു സർജറി, ആ സർജറി വലിയ രീതിയിൽ ക്രിട്ടിക്കലായിട്ട് ആ പേഷ്യൻറ്റിന് എന്തോ ദൈവാധീനം ഉള്ളതുകൊണ്ട് ആ പേഷ്യൻറ്റ് രക്ഷപ്പെട്ടു പോയതുകൊണ്ട് കേസൊന്നും വരാതെ ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി മേലെ ആ ഉപകരണം ഞങ്ങൾക്ക് അറിയില്ല, അതിവൈദഗ്ധ്യമുള്ള ആളുകൾ വന്നെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ അറിയുള്ളൂ, അത് അറിയാത്ത ഞങ്ങൾ ഇനി അത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അവിടെ തെളിവ് സഹിതം ഞങ്ങൾ കാണിച്ചു തരാം, അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിപ്പുണ്ടെന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെ അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോൾ ആ സാധനം അത് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ സുരക്ഷിതമായിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ പറ്റുക? അപ്പോൾ കണ്ടെത്തിയ വേറൊരു മാർഗം, അതായത് ഈ ഡോക്ടർ ഹാരിസ് ഇരിക്കുന്ന ആ ഒരു ക്യാബിനിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ പലതും പാക്ക് ചെയ്ത് പോയതും വരാനായിട്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുകയാണെന്നാണ്. അതായത് ഡോക്ടർ ഹാരിസ് ഇത് എടുത്ത് വിൽക്കുകയാണെന്നാണ് നമ്മുടെ ഈ സംഘം പറയുന്നത്. ഏത് സംഘം? നമ്മുടെ വീണ ജോർജും അതേപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അനുഭാവികളും അതേപോലെ തന്നെ കോളേജിൻ്റെ മാനേജ്മെൻറ്റായിട്ടുള്ള അട്ടലില്ലാത്ത ആണത്തമില്ലാത്തവന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് കുറ്റക്കാരൻ തന്നെയാണ്, ഡോക്ടർ ഹാരിസിനെ പെടുത്തണം, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെ എങ്ങനെയെങ്കിലും ചീട്ട് തെറിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെതിരെ വന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു വാർത്ത നമുക്ക് കണ്ടു നോക്കാം. അത് 24 ന്യൂസിൽ വന്നൊരു വീഡിയോ ആണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ ഉപകരണം കണ്ടെത്തി. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ ആ ഉപകരണമില്ല, ആ സാധനം കണ്ടെത്തി. ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു. നമ്മൾ ഈ ഹാരിസ് ഹസനെ പോലെ കൃതഹസ്തനായ കമ്മിറ്റഡായ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ ഈ സാധനം അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് സംശയം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയത് ആരായാലും അവർ ശരിക്കും മാപ്പ് പറയേണ്ടതാണ്. കാരണം
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരാൾ മോഷണം നടത്തിയെന്നൊരു ആരോപണം നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ ആ മോഷണം നടത്തിയെന്ന് നമുക്ക് ഉത്തമ ബോധ്യം വേണം. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പറയാൻ പാടുള്ളൂ. 99 വെച്ച് നമ്മൾ ഒരു കാരണവശാലും ഒരാൾ മോഷ്ടിച്ചു കാണും എന്ന് വിശ്വസിച്ച് പ്രസ്താവനകൾ നടത്താൻ പാടില്ല. കാരണം ഒരാളിന്റെ ആത്മാഭിമാനത്തെ തച്ച് തകർത്ത് കളയും. ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ ഇത് വളരെ സങ്കടമാണ്. അദ്ദേഹത്തിന്റെ ഇത് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മൾ വിചാരിക്കും ഇത്രയും സീനിയറായ ഒരു ഡോക്ടർ വാർത്താലേഖകർക്ക് മുന്നിൽ വെച്ച് കരയുകയോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കാണും. കാരണം വെള്ളിടിയായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ് കാണും, തീ കോരിയിട്ട് കാണും ഈ പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാമർശം, അതും ഈ 10-25 ലക്ഷം രൂപ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കിട്ടുമായിരുന്ന ഒരാൾ, അതെല്ലാം ഉപേക്ഷിച്ച് സർക്കാർ സാലറിയിൽ സർക്കാർ കോൺട്രാക്ടറുകളൊക്കെ അനുസരിച്ച് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്രകാലം പ്രവർത്തിച്ച ഒരാളിനെ അദ്ദേഹത്തിന്റെ അഭിമാനത്തെ തച്ച് തകർക്കുകയും അത് കീഴ്മേൽ മറിക്കുകയും ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കുന്ന കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അബദ്ധം പറ്റിയെന്നെങ്കിലും പറയാൻ ഈ ആളുകൾ തയ്യാറാക്കണമെന്നാണ്. ഇവർക്കൊന്നും ഇത് ആളുകൾ ആരാണെന്ന് പറയാനുള്ള ധൈര്യം വരില്ല. കാരണം മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചീട്ട് കീറുമെന്നുള്ളതുകൊണ്ട് അവർ പറയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പറയാമല്ലോ, ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കുന്ന, ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നിലേക്ക് നിൽക്കുന്ന ആളുകൾ കാണിക്കുന്ന പിറപ്പുകേടാണിത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശ്രീമതി വീണ ജോർജ് പോലും ഈ കാര്യങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് മനസ്സിലായിട്ടും അവിടെ കിടന്ന് ഉരുളുകയാണ്. ആദ്യം പറഞ്ഞത് ഈ ഡോക്ടർ ഹാരിസിന്റെ റൂമിലിരുന്ന സാധനങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഹാരിസ് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു ഈ സാധനങ്ങളെല്ലാം ഇവിടെ സുരക്ഷിതമാണെന്ന്. പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നിട്ട് പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ ഞങ്ങളൊന്നും ഇങ്ങനെ കുറ്റം പറയുന്നില്ല, ഡോക്ടർ ഹാരിസ് കള്ളനാണെന്നും ഞങ്ങൾ പറയുന്നില്ല, അത് സാധനങ്ങൾ കാണാതെ പോയി, അത് അവരെനിക്ക് തന്നതല്ലേ എനിക്ക് അറിയുള്ളൂ, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ സംസാരിച്ചത്, അത് അവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കും എന്നാണ് പറഞ്ഞത്. എന്നാലും പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പറയുന്നില്ല. അതായത് ഇവരെ ഏൽപ്പിച്ച ഏതോ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു, വീണ ജോർജ് അത് വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു. ആ കാര്യങ്ങൾ പിന്നീട് തെറ്റായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അത് തെളിവ് സഹിതം പുറത്ത് വന്നപ്പോൾ വീണ ജോർജ് പ്ലേറ്റ് മാറ്റിയിട്ട് അത് അവർ പറഞ്ഞതല്ലേ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് കാണിക്കാനാണ് നിങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. എന്ത് തന്നെയാണെങ്കിലും ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏഷ്യൻ ന്യൂസിൽ വന്നാണ്, തന്നെ കൊടുക്കാൻ ശ്രമമെന്ന് ഡോക്ടർ ഹാരിസ്. ഇനി ഇതിന് പിന്നാലെ പല പല കാര്യങ്ങൾ വരുമെന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം, അത് അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്ത കണ്ടിട്ട് നമുക്ക് ബാക്കി ഈ പറയുന്ന കോളേജ് മാനേജ്മെന്റിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കണ്ടുപോകാം. ഇപ്പോൾ ഷമീർ പി വി പറയുന്നു, ഒരു വലിയ അധികാര കേന്ദ്രവും ഒരു ഡോക്ടറും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഡോക്ടറെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷേ ജനങ്ങൾ ഡോക്ടറെ കൈവിടില്ല എന്ന്. ജനങ്ങൾ കൈവിടില്ല, ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഡോക്ടർ ഹാരിസ് ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതിന്റെ കോൺസിക്വൻസസ്, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോൾ പോലും രോഗികളിലും അവരുടെ കൂട്ടിരിപ്പുകാരിലും ബന്ധുക്കളിൽ നിന്നും പിരിവെടുത്താണ് ഈ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നതെന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം ശരിയാണെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി, 4 അംഗ സമിതി കണ്ടെത്തി. അതിനുശേഷം ഒടുവിൽ ഇതിൽ അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിറകണ്ണുകളുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഡോക്ടർ ഹാരിസിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അവധിയെടുത്തത്. ആ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അവധിയെടുത്ത സമയത്താണ് ഈ അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എത്തിക്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ കുടുക്കാനുള്ള ശ്രമം നടത്തി. ആ മുറി തുറന്ന് മറ്റെന്തെങ്കിലും ഒരു സാധനം അവിടെ കൊണ്ട് വെക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ മാറ്റാൻ പോലുമുള്ള സാധ്യത ഡോക്ടർ ഹാരിസ് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്, എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, സംഘടന ഇതിൽ ഇടപെടണമെന്ന്. ഒരു സംഘടനയുടെയും പിൻബലമില്ലാത്ത ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞ ഡോക്ടർ ഹാരിസിന് ധൈര്യമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ പിന്നാലെ വന്നത്. അപ്പോൾ സിസ്റ്റം വിലങ്ങ് നീട്ടിക്കഴിഞ്ഞു. ഡോക്ടർ ഹാരിസിനെതിരെ വൈകാതെ ആ കൊട്ടേഷൻ നടപ്പാക്കുമെന്നുള്ളതിന്റെ എല്ലാ സൂചനയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൽ നമ്മൾ കണ്ടത് ഈ വാർത്തയിലും പറയുന്നത്, അതായത് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള വിലങ്ങ് നീട്ടിക്കഴിഞ്ഞു. താൻ തന്നെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് നടത്തുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത്. അതായത് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയിലിരിക്കുന്ന ആളുകളെ എതിർത്ത് കഴിഞ്ഞാൽ, ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കുമെന്നും അത് ഏതൊക്കെ രീതിയിൽ തനിക്കെതിരെ ഒരു പ്രഹരമായിട്ട് വരുമെന്നുള്ളതും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം അല്ലേ, നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. ഇപ്പോൾ ഇത് പറയുന്നത് എനിക്കെതിരെ പോലും എന്തെങ്കിലുമൊക്കെ അക്രമം വരാം, അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനെല്ലാം തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കുന്ന ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഇതാണ്. തീർത്തും അരാജകത്വമാണ് അല്ലേ. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കൊന്നും പറയാനില്ല, രാജാവാണെല്ലാം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജാവും. നമുക്കറിയാം ഈ വിഷയത്തിൽ ഇത്രയും ത്വര കാണിക്കുന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് ശ്രീമതി വീണ വിജയന്റെ വിഷയത്തിലൊന്നും മിണ്ടിയില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയന്റെ കമ്പനിയിൽ ഈ ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകളും വിഷയങ്ങളും എല്ലാം വന്നപ്പോൾ അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം ആരും മിണ്ടിയിട്ടില്ല. ശ്രീ പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്, അത് എന്നെ തീർത്ത് കളയാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ ഇതുകൊണ്ടൊന്നും എന്നെ തീർത്ത് കളയാൻ പറ്റില്ല എന്നാണ്. അദ്ദേഹത്തിന് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനുശേഷം ആ കേസ് എവിടെ?
ഇങ്ങനെയുള്ള എത്രയെത്ര കാര്യങ്ങൾ എഴുതി തള്ളിവിട്ടിട്ടുള്ള അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ടുള്ള സർക്കാരാണ് ഇപ്പോൾ ഒരു ഡോക്ടർ ഹാരിസിനെതിരെ ഈ ഒരു ചെറിയൊരു പരാമർശം നടത്തി എന്നുള്ളൊരു പേരിൽ ഇത്രയും വിമർശനങ്ങളുമായിട്ട് വരുന്നത്. ആ ഡോക്ടർ ഹാരിസിനെതിരെ ഇവർക്കും ക്ഷമിക്കണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷേ അടിയറവ് വെക്കാൻ അങ്ങോട്ട് തമ്പ്രാക്കന്മാർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും അവനെതിരെ അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെ അടിച്ചമർത്തണം. ഡോക്ടർ ഹാരിസ് ആയിരുന്നു തെറ്റ്, ഞങ്ങളായിരുന്നു ശരി എന്നങ്ങോട്ട് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ വലിയ നാടകമാണിതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? എന്തിനാണ് അതിന് വലിയ റോക്കറ്റ് സയൻസ്? നമുക്ക് സാധാരണ ചിന്തയിൽ, സാധാരണ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ ചിന്തയിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസിനെതിരെ വരും ദിവസങ്ങളിലും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഡോക്ടർ ഹാരിസ് തനിക്ക് കൂടുതൽ ശമ്പളം കിട്ടിയില്ല എന്നുള്ളൊരു പേരിലല്ല ഈ ഒരു പ്രശ്നമായിട്ട് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരാമർശമായിട്ട് വന്നത്. താൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് സാധാരണപ്പെട്ട ജനങ്ങൾ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല, അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അയാൾ വേട്ടയാടപ്പെടുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മൾ കേരളത്തിലുള്ള ഓരോ ജനങ്ങളുടെയും കടമയല്ലേ? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇനിയും ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഇതിനെതിരെ സംസാരിക്കാനായിട്ട് മുന്നിലേക്ക് വരും നമ്മുടെ പാർട്ടി പ്രതിനിധികളുടെയും ആരോഗ്യമന്ത്രിയുടെയൊക്കെ ചേതവികാരവും അതേപോലെ നമ്മുടെ ഈ സർക്കാരിൻ്റെയൊക്കെ ഒരു പ്രവണത എന്നൊക്കെ പറയുമ്പോഴേ കഷ്ടമാണ്, പുച്ഛം മാത്രമേ ഉള്ളൂ ഓർത്തിട്ട്.